1834 ഒരു മഞ്ഞുകാലം. ലണ്ടൻ പട്ടണത്തിൽ മഞ്ഞു പൊഴിയുകയാണ്. ആ മഞ്ഞേറ്റുകൊണ്ട് അവിടുത്തെ പുസ്തക കടകളുടെ മുമ്പിൽ ആളുകൾ വരിവരിയായി നിൽക്കുന്നു. തണുപ്പ് വകവെക്കാതെ, മഞ്ഞേറ്റാൽ ഉണ്ടായേക്കാവുന്ന നീർക്കെട്ട് തുടങ്ങിയ രോഗങ്ങളെ വകവെക്കാതെ ബഹുജനം ഇത്ര താല്പര്യത്തോടെ രാജവീതിയിൽ നിൽക്കുന്നതിന് കാരണമെന്താകാം? അന്ന് അച്ചടിച്ചു വരുന്ന ഒരു പുസ്തകം വാങ്ങി വായിക്കാനുള്ള കൗതുകമാണ് അവരെ ഈ സാഹസം നിറഞ്ഞ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് പുസ്തകം വിറ്റു തീർന്നു. പലരും അത് കിട്ടാതെ നിരാശരായി തിരിച്ചുപോയി. ആ പുസ്തകത്തിൻ്റെ പേര് ക്രിസ്മസ് കരോൾ. ഗ്രന്ഥകാരൻ വിശ്വവിഖ്യാതനായ ചാൾസ് ഡിക്കൻസ്. ഇത് കഴിഞ്ഞ ദശാബ്ദത്തിലെ കാര്യം. ഈ ദശാബ്ദത്തിലും ഈ വിധത്തിലൊരു സംഭവമുണ്ടായി. കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് എഴുതിയ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന പുസ്തകം വാങ്ങിക്കാൻ ജനങ്ങൾ കൂട്ടത്തോടെ ക്യൂ പാലിച്ച് പുസ്തക കടകൾക്ക് മുമ്പിൽ നിന്നു. ഇതുപോലുള്ള ക്യൂ നമ്മൾ ഇന്നെവിടെയാണ് കാണുന്നത്? സെപ്റ്റംബർ 9 ഐഫോൺ ഇറങ്ങുമ്പോൾ ദുബായ് മോളിന് മുന്നിലും മറ്റ് ഇലക്ട്രോണിക് ഷോപ്പുകൾക്ക് മുന്നിലുമൊക്കെ അല്ലേ? അത് അന്ന് തന്നെ വാങ്ങിച്ച് അൺബോക്സ് ചെയ്ത് ഉപയോഗിക്കാനുള്ള പുതിയ തലമുറയുടെ ത്വരയാണത്. അതിനാരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഒരു പുതിയ തലമുറക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളായിരിക്കാം, അതിനു മുമ്പ് കടന്നുപോയ തലമുറക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുമായിരിക്കാം. അപ്പോൾ നമുക്ക് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവാം. താങ്ക്സ് ഫോർ വാച്ചിങ്.